ഹലോ, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കണ്ടുവരുന്ന ഒന്നാണ് ഈ ശീമക്കൊന്നയുടെ ഇല. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ശീമക്കൊന്നയുടെ ഇല വെച്ചിട്ട് നല്ലൊരു ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പിടി ശീമക്കൊന്നയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ശീമക്കൊന്ന ഒന്ന് പറിച്ചെടുക്കാം. ശീമക്കൊന്നയുടെ തണ്ടിൽ നിന്ന് അതിൻ്റെ ഇലകൾ മാത്രം ഊരിയെടുക്കാം കേട്ടോ. എന്നിട്ട് അത് ചെറിയ പീസുകളാക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം. അപ്പോൾ അത് പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ അത് ചെറിയ പീസുകളാക്കുന്നില്ല, അതുപോലെ തന്നെയാണ് കേട്ടോ. ഈ തണ്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കുന്നുള്ളൂ. എന്നിട്ട് ഞാനത് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് അത്യാവശ്യം എന്ന് വെച്ചാൽ ഒരു പിടി മതി. ഈ വേണ്ടത് 1 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ 1 ലിറ്റർ വെള്ളവും ഒരു പിടി ഇലയും വേണം. അത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇതേ ഈ ഒരു പിടി ഇല ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ശർക്കരയാണ്. ശർക്കര ഒരു ചെറിയ അച്ച് ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് കൂടും. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരു സ്മെല്ല് ഉണ്ടാകും. ഈ ശീമക്കൊന്നയുടെയും ശർക്കരയുടെയൊക്കെ ഒരു സ്മെല്ലുണ്ടാകും. ഒപ്പം തന്നെ ഈ ശർക്കരയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്മെല്ല് കൂടും. അപ്പോൾ ഞാൻ ഇതേ ഒരു ശർക്കര മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് 1 ലിറ്റർ വെള്ളം വേണമെങ്കിൽ നമുക്ക് പൊടിച്ചിട്ട് ഇടാം കേട്ടോ. ഒരു 5 ദിവസമൊക്കെ ഇങ്ങനെ വെച്ചാൽ മതി. 1 ലിറ്റർ വെള്ളത്തിൽ ഈ ശീമക്കൊന്നയുടെ ഇലയും ഈ ശർക്കരയും കൂടി ഒരു 5 ദിവസം വെക്കുമ്പോഴേക്കും നല്ല രീതിയിൽ ഇത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാകും. അതിനുശേഷം നമുക്ക് ഇതെടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഇത് കൂടുതലായി നമ്മൾ യൂസ് ചെയ്യേണ്ടത് മണ്ണിലാണ്. മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ കുപ്പി നമുക്ക് തണലുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കണം 5 ദിവസം. പിന്നെ ഇത് ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്യരുത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു തുണി വെച്ച് കവർ ചെയ്തിട്ട് പതുക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഗ്യാസ് അതിന് പുറത്തേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ശർക്കര നന്നായിട്ടൊന്ന് പൊടിച്ചിടുന്നത് നന്നായിരിക്കും. അതുപോലെ ഇലകൾ ചെറിയ പീസുകളാക്കി മുറിച്ചിടുന്നതും ഇത് പെട്ടെന്ന് ആയി കിട്ടാൻ സഹായിക്കും. ഈ കുപ്പിയിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇതുപോലെ ശീമക്കൊന്നയുടെ ഇലയും അതുപോലെ ശർക്കരയും 1 ലിറ്റർ വെള്ളവും ചേർത്ത് ഉണ്ടാക്കി വെച്ച ലിക്വിഡാണ്. അത് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അരിച്ചെടുത്തിട്ട് നമ്മൾ വേറൊരു കുപ്പിയിലേക്ക് പകർത്തി വെച്ചതാണ്. നമ്മുടെ ആവശ്യാനുസരണം നമ്മളിത് യൂസ് ചെയ്യും. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 100 ml മിക്സ് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുമ്പോൾ നമ്മളിത് മണ്ണിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ചെടിച്ചട്ടിയിൽ നമ്മൾ കുറച്ച് മണ്ണ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കട തൊടാതെ ചെടിച്ചട്ടിയുടെ റൗണ്ട് ആക്കിയിട്ട് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇലകളിൽ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതിൽ ശർക്കരയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അത് കാരണം പ്രാണികളും അതുപോലെ ഫംഗസും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും ഇത് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇത് 100 ml ഒരു 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. രാവിലെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നമ്മളിത് രാവിലെ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഈവനിങ് സെലക്ട് ചെയ്യുക. ഒരിക്കലും നേരിട്ട് ഇത് ചെടികളുടെ കടക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഡൈലൂട്ട് ചെയ്തിട്ട് വേണം മണ്ണിൽ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഈ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് അധികം നേരം ഈ ഇലകളിൽ നിൽക്കില്ല. ഇത് നമ്മൾ രാവിലെ ഒഴിച്ചു കൊടുത്തിട്ട് വൈകുന്നേരം നനയ്ക്കുമ്പോൾ ഇത് പോകും. അതുകൊണ്ടാണ് ഞാൻ ഇലകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെപ്പോഴും മണ്ണിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതിൽ ശർക്കരയൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മണ്ണിലേക്ക് തന്നെ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഫെർട്ടിലൈസർ കൊണ്ടുള്ള മെയിൻ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആവാനും നിറയെ പൂക്കളായി മാറാനും സഹായിക്കും. സ്വാഭാവികമായിട്ടും ഇതിന് ഈ ശീമക്കൊന്നയുടെയും ശർക്കരയുടെയൊക്കെ മിക്സ് വരുമ്പോൾ ഒരു സ്മെല്ല് വരും. അതുകൊണ്ടാണ് നമ്മൾ ശർക്കരയുടെ അളവ് വളരെ കുറച്ച് ഉപയോഗിക്കുന്നത്. എന്നാലും ഇത് ചെടികളിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് വെച്ചാൽ വളരെ വലുതാണ്. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.